കൂത്തുപറമ്പ് സമരത്തിൽ പങ്കെടുത്ത് 3 പതിറ്റാണ്ടുകാലം തന്റെ സഹനജീവിതം ലോകചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ രക്തസാക്ഷികളുടെ അമരപുഷ്പം സഖാവ് പുതുക്കുടി പുഷ്പന്റെ ജന്മഗ്രാമമായ മേനപ്രത്തേക്ക് കേരളമാകെ ഒഴുകിയെത്തുകയായിരുന്നു. മേനപ്രം കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സഹനത്തിന്റെ കനൽപ്പൂക്കൾ എന്ന കൂത്തുപറമ്പ് അനുസ്മരണ പരിപാടിയിൽ കേരളമാകെയുള്ള യുവജന നേതാക്കളും പുഷ്പന്റെ സുഹൃത്തുക്കളും പങ്കെടുത്തു. രസ്ന കെ.ടി.കെയുടെ അധ്യക്ഷതയിൽ സീന ബ്രിട്ടോ സഹനത്തിന്റെ കനൽപ്പൂക്കൾ സഖാവ് പുഷ്പൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. സഹനത്തിന്റെ മഹാസൂര്യൻ ധീരസഖാവ് പുഷ്പന്റെ ഓർമ്മ പുതുക്കും നാളിന് ഇൻകുലാബ് സിന്ദാബാദ് രക്തസാക്ഷികൾ അമരന്നോ. കേരള നിയമസഭാ സ്പീക്കർ എ.എൻ. ഷംസീർ, ബിനീഷ് കോടിയേരി, ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാക്കളായ വി.കെ. സനോജ്, വി. വസീഫ്, ഷാജർ, മുഹമ്മദ് അഫ്സൽ, സരിൻ ശശി, ദിലീപ്, കിരൺ കരുണാകരൻ, എൻ.കെ. റൂബിൻ, പി. ഹരീന്ദ്രൻ, കാരായി രാജൻ, കെ.കെ. പവിത്രൻ മാസ്റ്റർ, കെ.ഇ. കുഞ്ഞബ്ദുള്ള, പി.എസ്. സജീവ്, വൈഷ്ണവ്, വി.കെ. രാകേഷ്, വി. ഉദയൻ മാസ്റ്റർ, എ.പി. നവാസ്, പ്രഷീബ് എന്നിവരും പുഷ്പന്റെ ജീവചരിത്രം തയ്യാറാക്കുന്ന ഫാനു പ്രകാശ്, കെ.കെ. നിഷ പി.എം, അതിര, മഞ്ജുഷ തിരുവനന്തപുരം, എ. പ്രദീപൻ, നിലാവ്, എ.കെ. രമ്യ, വിജേഷ് ഗ്രാൻമ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. പ്രമുഖ നാടൻപാട്ട് കലാകാരൻ കുട്ടാപ്പി കതിരും സംഘവും സവ്യസാചിയുടെ നാടൻപാട്ട് അവതരിപ്പിച്ച് സൗഹൃദം പുതുക്കി. പാനൂർ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രതിനിധികൾക്കും മേനപ്രം ലോക്കൽ കമ്മിറ്റി നൽകുന്ന പുഷ്പന്റെ ഫോട്ടോ ആലേഖനം ചെയ്ത ഉപഹാരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി. ജയേഷ്, സംഘാടക സമിതി ചെയർമാൻ കെ.കെ. പവിത്രൻ മാസ്റ്റർക്ക് നൽകി. കോഴിക്കോട് ഹോസ്പിറ്റലിൽ പുഷ്പന് വർഷങ്ങളോളം സംരക്ഷണം നൽകിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പുഷ്പന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. രസ്ന കെ.ടി.കെ അധ്യക്ഷത വഹിച്ചു. സഞ്ജയ് കെ.കെ സ്വാഗതവും ഡി. ദിനേശ് രാജ് നന്ദിയും പറഞ്ഞു.